ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന മെയിൻ പേപ്പറിൻ്റെ 6ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ എക്സാം എഴുതുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നോട്ട്സ് ആവശ്യമുള്ളവർ, മലയാളം PDF നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ എല്ലാ വിഷയത്തിൻ്റെ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഒഴികെ എല്ലാ വിഷയത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജും ഇല്ല, അത് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടീച്ചർ പറയുന്നുണ്ടല്ലോ, അതില്ല കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ വിശദവിവരം തരാം കേട്ടോ. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ, പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, നമ്മളിതിൽ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഇതിന്നിപ്പോൾ സോഷ്യൽ മൊബിലിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോംസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്, 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് 6ാമത്തെ ബ്ലോക്കിൽ. അത് നമ്മളോട് ചോദിക്കുന്ന ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റിയാണ്. ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മൊബിലിറ്റിയുടെ സാമൂഹിക ചലനാത്മകതയുടെ വിവിധ തരങ്ങളും രൂപങ്ങളും എഴുതാനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. ഇത് ആയിട്ട് വരെ ചോദിക്കാം കേട്ടോ. വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി, ലംബ ചലനാത്മകത. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രൂപ്പിലും പഠിച്ചില്ലേ, അപ്പോൾ അതേപോലെ ലംബ ചലനാത്മകത. ഇവിടെ ലംബമായ സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ ആളുകളുടെയോ ഗ്രൂപ്പുകളുടെയോ ഒരു പദവിയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചലനം അല്ലെങ്കിൽ മാറ്റം, അതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അവിടെ എങ്ങനെ ആവാം? അത് മേലോട്ടാവാം, ഉയർന്ന പദവിയിലേക്കാവാം, താഴേക്കാവാം, അതായത് താഴ്ന്ന പദവിയിലേക്ക് നമ്മൾ തരം താഴ്ത്തപ്പെടാം, ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക? ലംബ ചലനാത്മകത എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു വർഗത്തിലോ ജോലിയിലോ അധികാരത്തിലോ ഒക്കെ വരുന്ന മാറ്റങ്ങളെ നമുക്കിതിൽ ഉൾപ്പെടുത്താം, ലംബ ചലനാത്മകതയിൽ ഉൾപ്പെടുത്താം. ഇതിൽ പിട്രിയും സോറോക്കിനൊക്കെ ഇതിന് നല്ല നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പിന്നെ ലംബ ചലനാത്മകതയ്ക്ക് ഈ ലംബ ചലനാത്മകതയെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് സോറോക്കിൻ. അതിലൊന്ന് ആരോഹണം, മറ്റൊന്ന് അവരോഹണം. ആരോഹണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സോഷ്യൽ ക്ലൈംബിംഗ്. അപ്പോൾ എന്താണ് മുകളിലേക്കുള്ളത്? മറ്റത് സോഷ്യൽ സിങ്കിങ് ആണ് കേട്ടോ. ആരോഹണത്തിന് സോഷ്യൽ ക്ലൈംബിംഗ് എന്നും അവരോഹണത്തിന് സോഷ്യൽ സിങ്കിങ് എന്നുമാണ് പറയുക കേട്ടോ. അങ്ങനെ 2 തരങ്ങളുണ്ട് ഇതിൽ വെർട്ടിക്കൽ മൊബിലിറ്റിയിൽ. ഇനി രണ്ടാമത്തതാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി, തിരശ്ചീന സാമൂഹിക ചലനാത്മകത. ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി, തിരശ്ചീന സാമൂഹ്യ ചലനാത്മകത. തിരശ്ചീന ചലനാത്മകത എന്ന് പറയുന്നത് സ്റ്റാറ്റസിൽ മാറ്റം ഉണ്ടാവില്ല, ഒരു വ്യക്തിയുടെ സ്ഥാനത്തിന് മാറ്റം വരികയും ചെയ്യും. നിൽക്കുന്ന ആ സ്റ്റാറ്റസിന്, പദവിക്ക് മാറ്റമില്ലാതെ സ്ഥാനത്തിന് മാറ്റം വരുന്നതിനെയാണെന്ന് പറയുക പിന്നെ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ തിരശ്ചീന ചലനാത്മകത. അപ്പോൾ സമൂഹത്തിലെ ഉയർന്നതോ താഴ്ന്നതോ ആയ ഒരു സ്റ്റേറ്റിലേക്കുള്ള മാറ്റം ഉൾപ്പെടാത്ത വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരേ സ്റ്റാറ്റസിൻ്റെ പരിധിക്കുള്ളിൽ സ്ഥാനമാറ്റമാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. വ്യക്തികളുടെ ഒരു പൗരത്വത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ മാറുന്നു. അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ക്ലർക്കാണ് വിചാരിച്ചു ഒരു ഫാക്ടറിയിൽ. അതേ എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, അതേ കമ്പനിയുടെ വേറൊരു ഫാക്ടറി ഉണ്ട്, അവിടെയും കൊണ്ടുപോയിട്ട് അതേ പൊസിഷനിൽ, അതേ ക്ലർക്കിൻ്റെ പൊസിഷനിൽ എന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ അതെന്താണ്? എൻ്റെ സമയമാറ്റമാണ്. ചിലപ്പോൾ എനിക്ക് എന്താണ് ശമ്പളത്തിലൊക്കെ വർധനവോ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും, കുറേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ എൻ്റെ ജോലി എപ്പോഴും തന്നെയാണ്, ക്ലർക്ക് എന്ന പോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, അത് എഴുതി വയ്ക്കരുത്. ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഏതാണ്? വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി, ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി. ഇനി 3ാമത്തത് അപ്വാർഡ് മൊബിലിറ്റിയാണ്. അപ്വാർഡ്, മുകളിലേക്കുള്ള ചലനാത്മകത. മറ്റു മാർഗങ്ങളുണ്ടെങ്കിലും ആധുനിക സമൂഹങ്ങളിലെ വരുമാനവും സ്വത്തും സമ്പാദിക്കുന്നതാണ് പ്രാഥമിക പുരോഗതിയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു ജഡ്ജിയോ കളക്ടറോ ആവുക, അതുപോലെ ഒരു ഡോക്ടറേറ്റ് ബിരുദം നേടുക തുടങ്ങിയൊക്കെ എന്താണ് ഈ അപ്വാർഡ് മൊബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. മാറുമ്പോൾ അതിനെ മുകളിലേക്കുള്ള ചലനാത്മകത, അപ്പോൾ അതായത് നമുക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് മുകളിലേക്കാണ് ചലിക്കുന്നത് എങ്കിൽ അതാണ് എന്ത്? അപ്വാർഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ മകൾ പഠിച്ചൊരു ഡോക്ടറാവുമെന്ന് വിചാരിക്കുക. ഒരു കർഷകൻ്റെ മകൾ പഠിച്ചിട്ടൊരു എന്താ പറയുക കളക്ടറായി എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെന്താണ്? ഒരു താഴ്ന്ന പദവിയിൽ നിന്നൊരു ഉന്നത പദവിയിലേക്ക് തലമുറകൾ വന്നിട്ടുള്ളൊരു മാറ്റമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയുക? അപ്വാർഡ്, മുകളിലേക്കുള്ള. മറ്റേ നമുക്ക് പറയുമ്പോൾ 2ഉം പെടുമായിരുന്നു ഇതിലെന്താണ്? ഇതിൽ മുകളിലേക്കുള്ളത് മാത്രമേ വരുള്ളൂ, അതാണ് അപ്വാർഡ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഇനി മറ്റത് എന്തായിരിക്കും? ഡൗൺവാർഡ് സോഷ്യൽ മൊബിലിറ്റിയാണ്, താഴേക്കുള്ള ചലനാത്മകത. ഇത് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് തൻ്റെ ഉയർന്ന സ്ഥാനം നഷ്ടപ്പെടുകയും താഴ്ന്ന സ്ഥാനം നേടുകയും ചെയ്യുന്ന അവസ്ഥയാണ്.
അതാണ് എന്താ ഡൗൺവാർഡ് അല്ലെങ്കിൽ താഴേക്കുള്ള ചലനാത്മകത എന്നത് ഉദ്ദേശിക്കുന്നത്. സ്ഥാനത്തിൽ ഗണ്യമായ ഇടിവ് അനുഭവിക്കുന്നവർക്ക് താഴേക്കുള്ള ചലനാത്മകത ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നല്ലൊരു ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്നൊരു പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ പേരിൽ പിഴവ് ആരോപിക്കപ്പെട്ടിട്ടോ നമുക്ക് ആ പദവി താഴെയാണെങ്കിൽ നമുക്ക് സമ്മർദ്ദം ഉണ്ടാവില്ലേ, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ സമയങ്ങളിൽ ഈ ഡൗൺവാർഡ് സോഷ്യൽ മൊബിലിറ്റി പിന്നെ ആത്മഹത്യക്ക് വരെ കാരണമാകാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ആയില്ലേ. ഒന്ന് ഏതായിരുന്നു? വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി, രണ്ടാമത്തത് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി, മൂന്നാമത്തത് അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റി, നാലാമത്തത് ഡൗൺവാർഡ് സോഷ്യൽ മൊബിലിറ്റി. ഇനി ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റിയാണ്, തലമുറകൾക്കിടയിലുള്ള സാമൂഹിക ചലനാത്മകത. ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ തലമുറയിലെ ചലനാത്മകത എന്ന് പറയുമ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള കുടുംബാംഗങ്ങളുടെ പദവിയിലെ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി എങ്ങനെയാണ്? ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള കുടുംബാംഗങ്ങളുടെ പദവിയിലെ മാറ്റം, പദവിയിൽ വരുന്ന മാറ്റം, അതാണെന്ത്? ഇൻ്റർ ജനറേഷണൽ അല്ലെങ്കിൽ തലമുറകൾക്കിടയിലുള്ള സാമൂഹിക ചലനാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പോൾ ഒരു കർഷകൻ്റെ മകൾ മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാനാകുന്നു വിചാരിക്കുക. അപ്പോൾ കർഷകൻ്റെ മകൻ എന്താണ്? കർഷകൻ ഒരു തലമുറയിൽപ്പെട്ടവരല്ലേ. അദ്ദേഹത്തിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അത് അടുത്ത തലമുറയല്ലേ. അപ്പോൾ എന്താണ്? അത് കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റിലേക്ക് എത്തുകയല്ലേ. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറുടെ മകൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുക വിചാരിക്കുക. അപ്പോൾ അതൊരു തലമുറ മാറിയിട്ട് അടുത്തൊരു തലമുറ എത്തുമ്പോൾ ഉയർന്ന പോസ്റ്റിലെത്താണ്. അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. അതായത് സമൂഹത്തിൽ നിലവിലുള്ള അസമത്വങ്ങളുടെ വ്യാപ്തിയിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ഒന്നാണ് എന്ത്? ഈ ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അസമത്വങ്ങൾ എത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി ആവശ്യമാണ്. ഇതൊരു സമൂഹത്തിലെ അവസര സമത്വത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം. ഇതിനെ ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി, അതായത് അങ്ങനെ അവസരം കൊടുക്കുന്നുണ്ടല്ലോ, ഏത് താഴെക്കിടയിലുള്ളവർക്കായാലും അത്തരത്തിലുള്ള അവസര സമത്വം ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്കപ്പോൾ ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റിയെ കാണാൻ കഴിയും. ഇനി ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയാണ് ആറാമത്തത്. ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, തലമുറക്കുള്ളിലെ ചലനാത്മകത എന്നാണ്. ഇങ്ങനെയാണ് തലമുറക്കുള്ളിലെ ചലനാത്മകത, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഇത്തരത്തിലുള്ള ചലനാത്മകതയുടെ ഒരു എന്താ പറയുക, തലമുറയുടെ ആയുസ്സിൽ നടക്കുന്നതാണ്. എങ്ങനെയാണ്? അതായത് ജനിച്ചത് മുതൽ അങ്ങനെ നമ്മളോടൊപ്പം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എന്ത്? ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന്. വാലേസിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ പ്രായപൂർത്തിയായ കരിയറിനുള്ളിൽ സംഭവിക്കുന്ന സാമൂഹിക മാറ്റമാണ് എന്ത്? ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് പദവിയിൽ ഉയർന്ന ഘട്ടത്തിലേക്കോ താഴ്ന്ന നിലവാരത്തിലേക്കോ മാറുന്നതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ രണ്ടും ആവാം അതിൽ കേട്ടോ. മുകളിലേക്കായാലും ഒക്കെ താഴേക്കായാലും ഒക്കെ അത് എന്താണ്? ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയിൽ വരുന്നത്. ഇത് കരിയർ മൊബിലിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പേര് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ എന്താണ്? കരിയർ മൊബിലിറ്റിയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ ജോലി ജീവിതത്തിലെ മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഹ്രസ്വകാല പഠനമാണ്. ഇത് സമൂഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും വർഗം എങ്ങനെ പാരമ്പര്യമായി ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരം നൽകാൻ നമ്മളെ സഹായിക്കില്ല. പക്ഷേ സമൂഹം എത്രത്തോളം തുറന്നിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം സമൂഹം അടച്ചിരിക്കുന്നു, അതായത് എത്രത്തോളം സമൂഹം വിശാലമാണ് ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകൾ എത്രത്തോളം സങ്കുചിത മനസ്കരാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞായില്ലേ. ഇനി അടുത്തത് സ്ട്രക്ചറൽ മൊബിലിറ്റിയാണ്, ഘടനാപരമായ ചലനാത്മകത. എത്രനായി? ഏഴാമത്തേതായി അല്ലേ. അപ്പോൾ 7 മൊബിലിറ്റികളുണ്ട്. വെർട്ടിക്കൽ മൊബിലിറ്റി സോഷ്യൽ മൊബിലിറ്റി, ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി, അപ്വാർഡ് സോഷ്യൽ മൊബിലിറ്റി, ഡൗൺവാർഡ് സോഷ്യൽ മൊബിലിറ്റി, ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി, ഇൻട്രാ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി, സ്ട്രക്ചറൽ സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ 7 ഓർത്തിരിക്കുക. അപ്പോൾ സ്ട്രക്ചറൽ മൊബിലിറ്റി എന്താണെന്ന് നോക്കുക. ഒരു വ്യക്തിഗത തലത്തിലോ അതായത് ഒരു വ്യക്തി എന്ന നിലയിലോ അല്ലെങ്കിൽ കൂട്ടായ തലത്തിലോ ഉള്ള ചലനാത്മകതയാണ് ഘടനാപരമായ ചലനാത്മകത എന്ന് വിളിക്കുന്നത്. ഘടനാപരമായ ചലനാത്മകത ഒരു തരം ലംബ ചലനാത്മകതയാണ്. ഒരു ലംബ ചലനാത്മകതയുടെ ഒരു രൂപമാണ് ഏത്? ഘടനാപരമായ ചലനാത്മകത. അപ്പോൾ സമയ ശ്രേണിയിലെ തന്നെ മാറ്റങ്ങളാൽ ഉണ്ടാകുന്ന ചലനാത്മകതയാണത് സൂചിപ്പിക്കുന്നത്. ഇവിടെ വ്യക്തിഗത ശ്രമങ്ങൾ കൊണ്ടല്ല, ആധുനിക കാലത്ത് കമ്പ്യൂട്ടർ പ്രൊഫഷണലുകൾക്കും ഇൻഫർമേഷൻ ടെക്നോളജിസ്റ്റുകൾക്കൊക്കെ മുൻകാലങ്ങളിൽ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഉണ്ടായിരുന്ന ഒരു പദവി ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. അതായത് സമൂഹത്തിൽ അവരെയാണല്ലോ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വരുന്നത്? സ്ട്രക്ചറൽ സോഷ്യൽ മൊബിലിറ്റി എന്നത്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടി കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥാനം പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു പദവിയൊക്കെ നമ്മൾ ഉയർന്ന പദവികളായിട്ട് കണക്കാക്കുകയും അവർ കൂടുതൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുകയൊക്കെ ചെയ്യും. അപ്പോൾ
അപ്പോൾ അതെന്താണ്, ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു രീതിയാണ്. അതാണ് സ്ട്രക്ചറൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് സോഷ്യൽ മൊബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ എസ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി കൂടി അതിൻ്റെ കൂടെ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ സാമൂഹിക ചലനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ, സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന, മൊബിലിറ്റിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ കൂടി നമുക്ക് അതിൽ ചേർത്ത് എഴുതേണ്ടത്. അതും കൂടി ഒന്ന് പറയാം കേട്ടോ. ഒന്നാമത്തത് മോട്ടിവേഷനാണ്, പ്രചോദനം. നമ്മളെ ആരെങ്കിലുമൊക്കെ പ്രചോദിപ്പിക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാവുന്നു, മാറ്റങ്ങൾ ഉണ്ടാവുന്നു, നമ്മൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവും. രണ്ടാമത് അത് പറയുന്ന അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയറാണ്, നേട്ടങ്ങളും പരാജയങ്ങളും. എങ്ങനെയാണ് നേട്ടങ്ങൾ സമൂഹത്തിൽ ചലനാത്മകത ഉണ്ടാക്കുക നമുക്കറിയാമല്ലോ. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നേരത്തെ ഉള്ള ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ നമ്മൾ നേടുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ കൊണ്ടാവും. പരാജയം കൊണ്ട് എങ്ങനെയാണ് അത് താഴേക്കുണ്ടാവും അല്ലേ. അപ്പോൾ അതും എന്താണ്, ചലനാത്മകതയ്ക്ക് വരുന്ന നേട്ടങ്ങളും പരാജയങ്ങളും. മൂന്നാമത്തത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസം. ഒരു വ്യക്തി അറിവ് നേടാൻ മാത്രമല്ല വിദ്യാഭ്യാസം സഹായിക്കുക, ഉയർന്ന സ്ഥാനത്തുള്ള തൊഴിൽ സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സഹായി കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിദ്യാഭ്യാസം, അപ്പോൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ്, നേട്ടങ്ങളും പരാജയങ്ങളും, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, പിന്നെ സ്കിൽ ആൻഡ് ട്രെയിനിങ്. സ്കിൽസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നൈപുണ്യവും പരിശീലനവും, നമ്മളിലുള്ള എന്തെങ്കിലും കഴിവ് നമ്മൾ നേടിയെടുക്കുന്നതും അതിൽ നമുക്ക് പരിശീലനം കിട്ടുമ്പോഴും എന്താണ്, നമ്മൾ ഉയർന്ന പദവിയിലേക്ക് പോവാറുണ്ട് അല്ലേ. അപ്പം അതും ചലനാത്മകതയ്ക്ക് കാരണമാകും. പിന്നെ മൈഗ്രേഷനാണ് മറ്റൊന്ന്, കുടിയേറ്റം. എങ്ങനെയാണ് കുടിയേറ്റം ചലനാത്മകതയ്ക്ക് കാരണമാകുക? അത് ഒരിടത്ത് നിന്ന് ആളുകൾ കൂടുതൽ നല്ല കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടല്ലേ മറ്റൊരിടത്തേക്ക് കുടിയേറി പോകുന്നത് അല്ലേ. ചിലർ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവും, ചിലർ എന്താണ്, കാലാവസ്ഥ വ്യതിയാനം. അപ്പോഴും നമ്മളെന്താണ്, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറ്റാത്തതുകൊണ്ട് നല്ലതിനൊന്ന് തേടി പോകുമല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, സാമൂഹ്യ ചലനാത്മകതയ്ക്ക് പ്രേരണമാകുന്ന ഘടകങ്ങളാണ് കേട്ടോ. ഏതൊക്കെയായി ചലനാത്മകതയ്ക്കുള്ള കാരണങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞത് നമ്മളെന്താണ്, ഒന്നാമത്തത് മോട്ടിവേഷൻ, പ്രചോദനം. രണ്ടാമത്തത് വിജയങ്ങളും പരാജയങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും പരാജയങ്ങളും. മൂന്നാമത്തത് വിദ്യാഭ്യാസം. നാലാമത്തത് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നൈപുണ്യവും പരിശീലനവും. അഞ്ചാമത്തത് കുടിയേറ്റം. ആറാമത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. അതെങ്ങനെയാണ് വ്യവസായ വിപ്ലവം, പുതിയ ആളുകളെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നത്. പിന്നെ നമ്മളെന്താണ്, സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാർഷിക ജോലിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വ്യവസായത്തിലേക്ക് പോയി, ആളുകൾ ശമ്പളമായിട്ട് അല്ലെങ്കിൽ കൂലിയായിട്ട് പണം സമ്പാദിക്കാനൊക്കെ ഒരു മാറ്റമല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം ഒരു കാരണം. പിന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം. അതും തന്നെ അതിൽ പറയാനുള്ളത്. ഈ അർബനൈസേഷനിൽ പറഞ്ഞ തന്നെയാണ് ഇൻഡസ്ട്രിയലൈസേഷനിൽ പറഞ്ഞ തന്നെയാണ് അർബനൈസേഷനിലും പറയാനുള്ളത്. നഗരങ്ങളിൽ കൂടുതൽ ആളുകളുണ്ട്, അവർക്കൊരു ഔപചാരിക ബന്ധമുണ്ട്, അവിടെ ആളുകൾ പരസ്പരം അടുപ്പമില്ലെങ്കിലും എന്തുണ്ട്, അവരുടെ പദവികൾ മാത്രം നോക്കിക്കൊണ്ട് ഉയർന്ന പദവിയിലേക്ക് മുന്നേറാനുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും എന്താണ്, എന്തിനുള്ള ഒരു പ്രചോദനമാണ് അല്ലെങ്കിൽ എന്തിനുള്ള കാരണമാണ്, മൊബിലിറ്റിക്കുള്ള ചലനാത്മകതയ്ക്കുള്ളൊരു കാരണമാണ്. ഏത്, ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷൻ. ഇനി ലെജിസ്ലേഷനാണ്, നിയമനിർമ്മാണം. അതെങ്ങനെയാണ്, പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സാമൂഹ്യ ചലനാത്മകതയെ സഹായിക്കും. ഇപ്പോൾ ജന്മിത്തം നിർത്തലാക്കിയില്ലേ, ജന്മിത്തം നിർത്തലാക്കിയ നിയമം പാസ്സാക്കിയപ്പോൾ കുടിയാന്മാരായ കർഷകരിൽ ഭൂരിഭാഗവും ആരായി, ഭൂമിയുള്ള കർഷകരായില്ലേ. അങ്ങനെ ഇപ്പോൾ ഹിന്ദു വിവാഹ നിയമം കൊണ്ടുവന്നതോടുകൂടിയിട്ട് എന്തായി, സ്ത്രീകൾക്ക് വരനെ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ അതൊക്കെ ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രമുണ്ടാക്കുന്ന നിയമങ്ങളും എന്തിനിടവരുത്താറുണ്ട്, പിന്നെ സാമൂഹിക ചലനാത്മകതയ്ക്ക് ഇടവരുത്താറുണ്ട്. പിന്നെ പൊളിറ്റിസൈസേഷനാണ്, രാഷ്ട്രീയവൽക്കരണം. അപ്പോൾ എങ്ങനെയാണ്, വിദ്യാഭ്യാസവും ബഹുജന ആശയവിനിമയ മാധ്യമങ്ങളും ആളുകളെ കൂടുതൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞ ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. അപ്പോൾ ജനങ്ങളിൽ മാറ്റമുണ്ടാകും. അപ്പോൾ പൊളിറ്റിസൈസേഷനും എന്താണ്, മൊബിലിറ്റിക്കുള്ള ഒരു കാരണമാണ് കേട്ടോ. പിന്നെ മോഡേണൈസേഷനാണ്, ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിജ്ഞാനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, നമ്മളിലിപ്പോൾ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതിന് മൊബിലിറ്റിക്കുള്ള ചലനാത്മകതയ്ക്കുള്ള കാരണങ്ങൾ, അതിനെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, പ്രചോദനം, പിന്നെ വിജയങ്ങളും പരാജയങ്ങളും, നേട്ടങ്ങളും പരാജയങ്ങളും, പിന്നെ നമ്മൾ പറഞ്ഞു കുടിയേറ്റം, വിദ്യാഭ്യാസം, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ നിയമനിർമ്മാണം, രാഷ്ട്രീയവൽക്കരണം, അർബനൈസേഷൻ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, പിന്നെ ആധുനികവൽക്കരണം. ഇത്രയൊക്കെയാണ് ഇതിനുള്ള
പിന്നെ ഘടകങ്ങൾ, ഇതിനെ മൊബിലൈസേഷനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. അപ്പോൾ മൊബിലൈസേഷൻ ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ഘടകങ്ങളാണ് മൊബിലൈസേഷനെ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിയെ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത്, അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നാളെ നമുക്ക് ഇന്ത്യൻ സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യ എന്നത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.